അതെന്നും അവന്റെ പിറന്നാളാണ് ഗായ്സ്. ആയതുകൊണ്ട് തന്നെ പിറന്ന വേഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് താഴോട്ട് കാണിച്ചാൽ സെൻസർ ആകും. അതുകൊണ്ട് നമ്മൾ മേല് മാത്രമേ കാണിക്കട്ടുള്ളൂ. നമ്മളിതേ കുളിക്കാൻ പോവുകയാണ്. രാവിലെ എണീറ്റു മൃദുലതയുടെ പരിപ്പ് ചോറ് ഒരു സദ്യ എന്ന് അമ്മൂടിന് കഴിക്കാൻ വേണ്ടിയുള്ള സദ്യ. കാരണം അവന് എരിയുള്ള സംഭവങ്ങളൊന്നും പറ്റത്തില്ല. ഓണത്തിന് നമുക്കൊന്നും സദ്യ കൊടുക്കാനോ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ കുപ്പായൊക്കെ ഇട്ട് പിറന്നാളിന് അമ്മയുടെ കൂടെ അച്ഛന്റെ കൂടെ പരിപ്പും ചോറും പപ്പടം ഉണ്ടോ? പപ്പടം ഉണ്ട്, കിച്ചടി ഉണ്ട്, തോരനുണ്ട്, നമ്മൾ പൊളിക്കും. അപ്പൊ നമുക്ക് പായസം ഉണ്ട് ഗൈസ്. അപ്പം അമ്മൂടെ നിന്ന് സദ്യ ഒരുക്കണം. അപ്പുറത്ത് നിന്ന് അയ്യത്ത് നിന്ന് വാഴയില വെട്ടണം. നമുക്ക് വാഴയില്ല. പുതിയ കുപ്പായൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് അമ്മൂന് ഒരേ കളറുണ്ട്. ഈ ജനിച്ച വേഷത്തിൽ ഈ പിറന്നാളിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ. ഈ അച്ഛനും അമ്മയും എന്നെ വെച്ചങ്ങ് ശല്യം ചെയ്യുക. അതാണോ പറയാനുള്ളത്? എന്താണ് ഉറക്കം തൂങ്ങിയിരിക്കുന്നത് പിറന്നാളായിട്ട്? പറയൂ. ഉറക്കം വരുന്നുണ്ട്. നമുക്ക് കുളിക്കാം. ഈ മൂത്രം ചെറുതായിട്ട് ലീക്കായി. ഇവനെ കാണിക്കാനും പറ്റത്തില്ലല്ലേ. നമുക്ക് കുളിക്കാം. നമ്മള് പിറന്നാളായോണ്ട് പിറന്ന വേഷത്തിൽ വരണോന്ന് ആരോ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മള് ആദ്യമേ രാവിലെ പിറന്ന ഞാൻ ഇവിടെ എടുക്കട്ടെ ഗൈസ്. പരിപ്പൂര വെക്കാനൊക്കെ അറിയോ? യൂട്യൂബിൽ നോക്കിയല്ലേ വെക്കുന്നത്? ഞാൻ പണ്ട് വെച്ചിട്ടുണ്ട്. ഓ യൂട്യൂബ് ഉണ്ടാക്കട്ടെ. യൂട്യൂബ് നോക്കി പരിപ്പ് കറി നിന്റെ അമ്മച്ചി നിനക്ക് വേണ്ടി ഉണ്ടാക്കണോ? അമ്പോ കുളിക്കാൻ നേരം എന്തോ ഒരു ചിരി. സ്വിമ്മിംഗ് പൂൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വലുതായിരുന്നു, എനിക്ക് ഉറങ്ങായിരുന്നു. ഇരുത്തു ഞാനേ ഇപ്പൊ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി ഹിമാലയുടെ സോപ്പിട്ട് യൂസ് ചെയ്യുന്നേ. അത്യാവശ്യം നല്ല മണമാ. അതുപോലെ ഇത് pH കൺട്രോൾ ഉണ്ട്. അതുപോലെ നല്ല പതയും ചെയ്യാൻ ഇഷ്ടമോ. സ്കിന്നൊക്കെ നല്ല ഏറ്റവും നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്നോളും. അതുകൊണ്ട് ഇതാ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് ലോച്ചനൊക്കെ തേച്ച് ചുണ്ടടി ആയിട്ട് ചോടും തിന്നിട്ട് കിടന്നുടങ്ങണം. സുന്ദര കുട്ടപ്പാ. കോട്ട് ഉണ്ടല്ലേ. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ കോട്ടൊന്നും വേണ്ട. ഞങ്ങള് പാല് കുടിച്ച് കിടന്ന് ഉടങ്ങും. ഇവിടെ ഒരാൾ ഉറക്കമൊക്കെ എണീറ്റു. അമ്മയുടെ ഇവിടെ ഭയങ്കര കുക്കിങ്ങിലാ. ഇതിലിട്ട് റെഡിയാ. എങ്ങനെയാ ചോദിച്ചേ? കിച്ചടി റെഡി ആയല്ലോ. അല്ല കിച്ചടി പച്ചക്കൾ ബീട്രൂട്ട് പച്ചടി. ഇനി എന്തോ ആക്കാൻ പോന്നെ? പരിപ്പായി. പായസം ആയോ? ഓഹോ ഐ സീ. നല്ല മഴ, ഭയങ്കര മഴ. ഐശ്വര്യത്തിന്റെ ഉറവിടമാണ് മഴ. അമ്പു ഉറവിടം. ഇലവട്ടം അപ്പുറത്ത് നയ്യത്തുനിന്ന്. കമാൺ. ഈ കരിയാപ്പിലൊക്കെ വീണ് കിടക്കുന്നു. അത്രയ്ക്ക് മഴയായിട്ട് കരിവേപ്പില നോക്കി. എന്റെ അച്ഛൻ നട്ട കരിവേപ്പിലയാ. തെഞ്ഞു കിടക്കോ കളിക്കില്ലേ? അത് കേട്ടോ.
അടിപൊളി മഴ കേട്ടോ, ഒറ്റപ്പ് മഴ. നമ്മള് കുളിച്ച് റെഡിയായി മൈക്ക് എടുക്കാൻ പോവാ. കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്, എനിക്ക് വയ്യ. ഗൈസ് ഞാനും റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവന് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട്, ഞങ്ങൾ എരിയുള്ള ഇഞ്ചിയില്ല, എല്ലാം കൂടെ പറ്റത്തില്ലേ മനുഷ്യരത്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ രാവിലെ മൃദുല റെഡിയാക്കിയ ചെറിയൊരു സദ്യ അമ്പൂന്റെ പിറന്നാളായിട്ട് പരിപ്പ് ബാക്കി സാധനങ്ങളൊക്കെ ചോറ്, പരിപ്പ്, പായസം സൈഡിലുണ്ട്, എല്ലാം ഉണ്ട്. എന്തോടി നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടില് നമ്മള് സദ്യ ഇങ്ങനെ ഒരുക്കി കഴിക്കുന്നത്. ഒന്നും ആഘോഷിച്ചിട്ടില്ല, വിഷു, ഓണം, ദീപാവലി ഒന്നും ആഘോഷിച്ചിട്ടില്ല. ആദ്യമായിട്ട് ആഘോഷിക്കുന്ന അമ്പൂട്ടിന്റെ പിറന്നാള്. ഭയങ്കര സന്തോഷം കേട്ടോ. ചെറിയ പഴം ഇല്ല കേട്ടോ, വലിയൊരു പായസത്തിന്റെ കൂടെ ഏത്തപ്പഴമാണ്. അഡ്ജസ്റ്റ് ചെയ്യണേ. അമ്പൂന്റെ നടുക്കത്തെ പ്ലേറ്റ് ആണ്, നടുക്കത്തെ ഇലയാണ്. അവന് ഡിബ്ലും കുപ്പിയാണ് കേട്ടോ. ഡിബ്ലും കുപ്പി വെച്ചില്ല, അതെടുത്ത് വെച്ചാല് ഭയങ്കര ഹാപ്പിനെസ് ഗൈസ്, സീരിയസ്ലി ഭയങ്കര സന്തോഷം മനസ്സിൽ. എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വീട് വെച്ചിട്ട് ആദ്യമായിട്ട് അമ്പൂന്റെ പിറന്നാളിന് സദ്യ വീട്ടിലൊരുക്കി നല്ല ചെമ്പാവരി ചോറും പീസ് സമാധാനം. അങ്ങനെ നമ്മൾ ഐശ്വര്യമായി ചോറ് വിളമ്പുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, നടുക്കത്തെ ഇലയിലൂടെ തുള്ളി മതി, അത്രയും മതി. അട്ടനെ തോനെ വേണം, അട്ടൻ നല്ല ചാപ്പാടാ. ഒന്നാമത് ലേറ്റായി, 2 മണി കഴിഞ്ഞു. നമ്മൾ അതുകൊണ്ട് നല്ലോണം കഴിക്കും. എടാ, ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് ഒഴിച്ചുകൂടായിരുന്നാ? പച്ചവിണ്ണി അമ്പോ കഴിച്ചോളൂ, തുടങ്ങിക്കോ. അച്ഛൻ ഒന്ന് ഇന്ന് അമ്പൂന് ആരും ഒന്നും പറയത്തില്ല, തകർത്തോണം. ഓക്കെ, യെസ്. ഇച്ചിരി അടുത്ത് വെച്ചേടാ, ചവിട്ടില്ലേ തിന്നു. പപ്പടം അങ്ങോട്ട് എടുക്കണം അമ്പു, എന്നിട്ട് പരിപ്പിന്റെ മുകളിലോട്ട് ഇടണം. അതില് ഒറ്റ ഞെക്ക്. വളത്തേക്ക് കുഞ്ഞാവേ. എന്ത് പറ്റി അനങ്ങാതിരിക്കുന്ന? സാധാരണ ഇങ്ങനല്ലേ കൈയിട്ട് മാന്തി എടുക്കുന്നയാണേ. അടിപൊളി പരിപ്പൊടി, സീരിയസ്ലി. കഴിക്കടാ. നീ അമ്മയുടെ വക അച്ഛൻ്റെ. അമ്പു വെള്ളയാടുന്നില്ല അങ്ങോട്ട്. ഇതുപോലൊരു നല്ലൊരു കുഞ്ഞിനെ നിങ്ങക്ക് എവിടെ കിട്ടും? സാധാരണ ഇങ്ങനൊന്നും അല്ല. എന്താ മതിയാവന്, ഞാൻ കൊടുത്താ മതിയാവന്. തിന്നുമോനാ? ഞങ്ങക്ക് ദേഹത്തൊന്നും ആകുന്ന ഞങ്ങക്ക് ഇഷ്ടമല്ല. ഓരോ പിള്ളേർ ദേഹത്ത്, ഞങ്ങൾ ആ ടൈപ്പല്ല. ഞങ്ങള് വൃത്തിയുള്ള ടൈപ്പാ അല്ലേ അമ്പ. പാടാണ് ഗൈസ്. പിന്നെ ഇവനെ വെച്ചോണ്ട് ഇവനെ ഉറക്കാൻ പോയി, ഇവനെ കുളിപ്പിക്കണമായിരുന്നു. അതുകൊണ്ട് എന്റെ എവിടെ കുക്ക് ചെയ്യുമ്പോ എന്റെ വീട് കിടക്കൂല, എന്റെ എഡിറ്റിംഗ് പരിപാടി ഒന്നും നടന്നില്ല. അത്യാവശ്യം എഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അവന്റെ കൂടെ ഒരാൾ വേണം. ഒന്നാമത്തെ കാര്യം, നമ്മള് വീടൊക്കെ ക്ലീൻ ആണെങ്കിലും ഇപ്പൊ എവിടുന്നെങ്കിലൊക്കെ നമ്മൾ ചിലപ്പം ഈ ടാഗോ ഡ്രസ്സിന് ടാഗോ പേടിയായിരിക്കും. എത്ര വട്ടം ഞാൻ വാങ്ങിയെടുത്തിട്ടുണ്ടെന്ന് അറിയോ, എന്തെങ്കിലുമൊക്കെ എടുത്ത് വിഴുങ്ങിക്കളയും. അതുകൊണ്ട് ഞാൻ എവന്റെ അടുത്തൊന്നും ഞാൻ ചവയ്ക്കും. അപ്പോഴേ നോക്കുമ്പോ അപ്പോഴേ നമുക്ക് മനസ്സിലാവും, നമ്മള് കൈയിട്ടിങ് എടുക്കും. അതുകൊണ്ട് അവന്റെ കൂടെ വേണം, ഒരാൾ വേണം. അതുകൊണ്ട് ഇപ്പം ഗേറ്റ് നമ്മളെ ഡോറ് തുറന്ന് വെളി ഇറങ്ങും, ഈ വാതിലിന് വെളിയിൽ പോകും. അതുകൊണ്ട് അവന്റെ കൂടെ എപ്പോഴും വേണം. പിന്നെ സ്റ്റെയർ കയറും, പേടിയാ. അതുമല്ല എല്ലാരും പറയും അച്ഛച്ചി പപ്പടം എടുക്കുന്ന എല്ലാരും പറയേ ഒരു വയസ്സ് അടുപ്പിച്ച് എന്തെങ്കിലും അപകടം പറ്റുമെന്നൊക്കെ മുറിയും ശ്രദ്ധിക്കണമെന്ന്. ഒന്നി പനി വരും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മുറിയും, ചോര വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു കെയർ കൊടുത്തുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇന്നത്തെ പരിപ്പിലും ഇതിലൊക്കെ ഒതുക്കിയത്. കിടാൻ വയ്യ, അമ്മച്ചി വാരി കൊടുക്കണം അവന്. ഇളക്കി തിന്നാനുള്ളതിനങ്ങോട്ട്, ഇളക്കി തിന്നട അങ്ങോട്ട്.
പായസം പോരട്ടെ. പായസം ഡാമി. പരിപ്പ് പായസം. പപ്പടം പപ്പടം ഇത് ലൂസായിട്ടിരിക്കുന്നത്. പപ്പടം ഇങ്ങനെ അങ്ങോട്ട് ഞെവിടണം. രശ്മിയുടെ രേഖ ഇത് കഴിഞ്ഞങ്ങോട്ട് പോകാനും പറ്റുന്നില്ല, ഒരു മടി. മറ്റേ ഒരു റെസ്റ്റോറന്റിൽ പോയി ഇലയൊക്കെ പിടിച്ച് വലിക്കത്തില്ല കേട്ടോ, ഇതൊന്നും ചെയ്യുന്നില്ലല്ലേ. ഏട്ടൻ പറഞ്ഞത് ഇവിടെ തുണി വിരിക്കാനോ, ഇവിടെ മൊത്തം ആക്കും, ഇവിടെ തുണി വിരിക്കാൻ. ഞാൻ പറഞ്ഞു മൊത്തം ആക്കുന്ന വല്ല തുണി ഒഴിക്കുന്ന അവ ഉടുത്തേക്കുന്ന മുണ്ടി പോലെ ആക്കില്ല അവൻ. ചുണ്ടടി ഒട്ടും വിശപ്പേ ഇല്ലായിരുന്നല്ലേ. നല്ല വിശപ്പുണ്ടായിരുന്നു സീരിയസ് ആയിട്ട്. ചിപ്സ് ആദ്യമായിട്ട് എടുത്ത് കഴിച്ച് വായി വെച്ച് ചോറ് വയ്ക്കുന്നത്. പപ്പടം വെച്ച് നേരത്തെ എന്തിനാണ് അമ്പു ഇങ്ങനെ പേടിക്കുന്ന? അവന് ഓരോന്നും എടുക്കാൻ പേടി. എടാ എടുത്ത് തിന്നടാ. അച്ഛാ പുതിയ പുതിയ എക്സ്പ്രഷൻ. ചോറ് കിട്ടി മുണ്ടിലിട്ട് അങ്ങനൊക്കെ അങ്ങോട്ട് തിന്നണം. എന്തോ തിന്നടാ. തിന്നടാ. നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? കണ്ണുകൾ നീയേ, കാറ്റും നീയേ, തൂണും നീ, തുറുമ്പിൽ നീ, വണ്ണം നീയേ, വാനും നീയേ, ഊണും നീ, ഉയിരും നീ. പലനാൾ കനവേ ഒരു നാൾ നനവേ, ഏക്കങ്ങൾ തേത്തായേ, இணையே பிழந்து உன்னை நான் இடைத்தேன். நான் தானே வேறல்லை. முகம் வெள்ளைத்தால் அதில் முத்தத்தால் ഒരു അമ്പൂട്ടിന് ഇച്ചിരി വലുതാട്ടോ ഷർട്ട്. പക്ഷെ കുഴപ്പമില്ല, അന്ന് വാങ്ങിച്ചത് ഇറുകിപ്പോയി പോയി. ഇനി പെട്ടാൻ പറ്റത്തില്ല, കുറച്ച് വലുത് വാങ്ങി. എല്ലാരും വെട്ടം അവന് ഇറക്കം ഫീൽ ചെയ്യണ്ട, ലൂസായിട്ടിരിക്കട്ടെ. ഇതിപ്പം കൊച്ചേട്ടനായി, കാരണം അങ്ങ് താഴെ കാലിനോടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു വയസ്സായില്ല. എനിക്കും അമ്പൂട്ടിന് സെയിം കളർ കിട്ടിയാണ്. ഞാൻ ചുമ്മാ ചുമപ്പം കൊടുത്തേ ഉള്ളൂ, ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നു. പിന്നെ ഇരിക്കട്ടെ, എന്നെ ആര് നോക്കാം. നമ്മൾ അമ്പലത്തിലെത്തി സുഹൃത്തുക്കളെ. നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഈ വലിയ ഉടുപ്പാട് നമ്മളെ ചേർക്കുന്നേ. നമ്മൾ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടല്ലേ വരുന്നേ. അടിപൊളി അമ്പലം കേട്ടോ, സൂപ്പറാട്ടോ. നല്ലൊരു ഗ്രൗണ്ട് ഏരിയ ഉണ്ട്. എനിക്കും വെച്ചോ പൂ. നമുക്കിനി ദീപാരാധന കഴിഞ്ഞിട്ട് പോകാം ഗൈസ്. നമ്മുടെ അവിടെ ഇരിക്കാം. അമ്പലം തൊഴുത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഒരു വൈബാ. അടിപൊളി ഫ്രൈ നമുക്ക്. നല്ല ഉറക്കമായി ഗൈസ്. അപ്പോൾ നമ്മള് അമ്മൂട്ടിന്റെ പിറന്നാളായിട്ട് എന്റെയും മൃദുലയുടെയും ഒരു പിറന്നാൾ സമ്മാനം അവരൊരു കൊലുസ് വാങ്ങാൻ വേണ്ടി പോകാട്ടോ. വളയും നമ്മൾ ആൾറെഡി നമ്മളെ കറക്റ്റ് ഇപ്പോഴത്തെ ഗോൾഡിന്റെ വില നമ്മൾ മെനങ്ങാന്നാണ് ഒരു ഷോപ്പിക്ക് ഒരു പവന് പണിക്കൂലി ഉൾപ്പെടെ 1,04,000 രൂപ പറഞ്ഞു. ഞാൻ ആലോചിച്ചു നമ്മുടെ കല്യാണത്തിനൊക്കെ ഞാൻ വാങ്ങുന്ന 50,000 രൂപയ്ക്ക് ഉണ്ടാക്കും. 47 50 ഇല്ലേ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് താലിമാലയും വാങ്ങണ ഈ
50 ആയില്ല ഒരു പവന്. 47. ആ സമയം 1 വർഷം ആയില്ല. ഇപ്പൊ എവിടെ സത്യം എനിക്കങ്ങ് വിഷമമായിരുന്നേ. നമ്മളെ വീട് വെക്കാൻ നേരം നമ്മള് ഗോൾഡെല്ലാം നമ്മള് വിറ്റായിരുന്നു ഗൈസ്. പക്ഷെ അന്ന് സ്വർണത്തിന് വില കുറവായിരുന്നു. ഇപ്പൊ എവിടെ കിടക്കുന്നു എനിക്ക് തോന്നുന്നു 4-5 ലക്ഷത്തിന്റെ വ്യത്യാസം വരും. അത് 1 വർഷം ആവുന്നതിന് മുന്നേ ഇനി കുറയോ കൂടുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളതിൽ കുറച്ച് അമ്പൂട്ടന് കാലത്തള പൊട്ടിയായിരുന്നു. നമ്മൾ നൂല് കെട്ടിനൊക്കെ ഈ ചെറിയ വളകൾ അതൊന്നും ഇടാൻ പറ്റത്തില്ല. കാലത്തളം കൈത്തളൊക്കെ പൊട്ടിയ വലുതായപ്പോ. അപ്പൊ അതെല്ലാം കൂടി കൊടുത്ത് ഒരു നല്ലൊരു കൊലുസ് കാല് ഒഴിഞ്ഞ് കൊലുസും 2 വളയും നോക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നല്ല ഉറക്കം കേട്ടോ. ഇന്നത്തെ പിറന്നാൾ നമ്മൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമാധാനപരമായി ഊണൊക്കെ കഴിച്ച് അമ്പലത്തിലൊക്കെ പോയി. ഭയങ്കര പീസ്ഫുൾ ഡേ ആയിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി പിറന്നാൾക്കാരൻ. ചായ പുറത്തുനിന്ന് കുടിക്കണോ അതോ ഷോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് കോഫി കുടിക്കണോ? ജ്വല്ലറി കോഫി. അതാവുമ്പോ ഇറങ്ങണ്ടല്ലോ. കട മേ ബി അടയ്ക്കാൻ ചാൻസ് ഉണ്ട്. നമ്മള് മെനങ്ങാന്ന് ഇവിടെ വന്നിട്ടും വേറൊരു കട അടച്ചു. അന്ന് പെരുമഴയായിരുന്നു. ഇന്ന് പിന്നെ മഴയില്ല. മഴയുടെ അവസ്ഥ ഉണ്ടോ? ഇതാണ് അവസ്ഥ. ഈ അടിയ ടേബിളിനകത്ത് എല്ലാം ചലടി. ഇനി വാങ്ങിച്ചിട്ടാലും ചളങ്ങും. പിന്നെ കാലത്തുള്ളതാണ്ട് നമ്മള് പുതിയത് വാങ്ങാൻ പോടെ. ഇതിലേടെ ഓരോ ഉൾക്കണ്ണ കോഫി ഇവിടെ ഒന്ന് കുടിക്കാന്ന് പറഞ്ഞു. കറക്റ്റ് ഇവിടെ കോഫി കിട്ടിയെന്നുള്ളത്. എന്തോ നിനക്ക് ഉൾക്കാഴ്ച ഉണ്ടോ? എന്തുവാടാ ഉറക്കം തോന്നി ഇരിക്കുന്നു പിറന്നാളായിട്ട്. ഡോറ് തുറന്നത് അമ്പൂന് അളവ് അങ്ങോട്ട് ശരിയാവുന്നില്ല കേസ്. അമ്പൂന്റെ കാലിന് ഭയങ്കര വണ്ണം. എന്റെ കണ്ണി 100 ടച്ചുണ്ടാകുമ്പോ വണ്ണ വെടുത്തിയെടുക്കുന്ന പാട് നമുക്കറിയാം. കുഞ്ഞുങ്ങൾക്ക് കളക്ഷൻ അത്യാവശ്യം കുറവാണ്. ഈ ടൈപ്പ് ആട്ടോ കിട്ടിയേ. ഇത് ഒരെണ്ണം വേറെ. ഇത് എനിക്ക് പണ്ട് എന്റെ ഉണ്ടായിരുന്ന അതേ വള. നമ്മൾ ചമ്മാനം അച്ഛന്റെ അമ്മയുടെ അമ്മ ചമ്മാനം. അമ്മ കാലത്തളയിടും, അച്ഛൻ 2 വളയിടുന്നു. അച്ഛൻ കാലത്തളയിടും, അമ്മ വളയിട്ടോ. ആയിക്കോട്ടെ. പുതിയ വള വയ്യ. ഇപ്പൊ കറക്റ്റ് കൊച്ചേട്ടൻ കേട്ടോ. ചെറിയൊരു സന്തോഷം. എന്തായി ഓ നമ്മുടെ പുതിയ കാലത്തള. കാലത്തള കുറച്ച് ദിവസം ഇല്ലായിരുന്നു കേട്ടോ. രസമുണ്ട്. അതായത് കുഞ്ഞു കാലുകൾ കിടക്കണ കാണാൻ രസമുണ്ട് കേട്ടോ. ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളെല്ലാരും നമ്മുടെ ചെറുക്കനെ വിഷ് ചെയ്യണേ. എല്ലാവരും വിഷ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പറയണോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി വരെ കാണുന്നവരെ ബൈ. നീ ആരുടെ വാളയാർ പറ വിഷയമോ? കുറിയൊക്കെ ഇട്ടിട്ട്